രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയും, ടീം മണിതൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ടേം ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്തിനാണ് ഇത്രയും ധൃതി? കൂട്ടുകാരാ, ഇത് വളരെ പെട്ടെന്ന് എടുത്തേ പറ്റൂ. കാരണം ഇത് ടേം ഇൻഷുറൻസ് ആണ്. ഇതിൻ്റെ പ്രീമിയം ഫിക്സഡ് ആയിരിക്കും ഫോർ എവർ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ അടുത്ത് പോയി ഞാൻ പറയുകയാണ്, എൻ്റെ ഏജ് 25, 1 കോടിയുടെ ടേം ഇൻഷുറൻസ് വേണം എങ്കിൽ എൻ്റെ ഒരു മാസത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 900 രൂപയാണ്. അതേസമയം 25 വയസ്സ് എന്നുള്ളത് ഞാൻ 35 വയസ്സായി പറയാം എങ്കിൽ 900 രൂപ എന്ന് പറയുന്ന പ്രീമിയം വർദ്ധിച്ച് 1700 പെർ മന്തായി മാറുന്നു. 10 വർഷത്തിന് ശേഷം ഇൻഷുറൻസ് എടുത്താൽ മാസം 800 രൂപ കൂടുതൽ കൊടുക്കണം എന്ന് വച്ചാൽ എല്ലാ വർഷവും ശരാശരി 9000 രൂപ കൂടുതൽ കൊടുക്കണം. ഇവിടെ വച്ച് തന്നെ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ നഷ്ടം എന്തെന്ന് വെച്ചാൽ 25 പകരം 35 വയസ്സിൽ എടുത്താൽ ഇൻഷുറൻസ് കവർ ലഭിക്കാൻ 10 വർഷം ഇടവേള വരുന്നു. ഈ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ തീരാ നഷ്ടം എങ്ങനെ നിറവേറ്റും? ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. 25 വയസ്സ് തൊട്ട് തന്നെ മാസം 900 രൂപ അടിക്കുന്നുണ്ട് എന്ന് കരുതുക. ഇന്ന് ഇതൊരു ചിലവായിട്ട് തോന്നാം, വലിയൊരു ചിലവായി തോന്നാം. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് കുറേയൊക്കെ സാലറി ഹൈക്കിന് ശേഷം ഇതൊരു ചിലവാണോ? 20 വർഷത്തിന് ശേഷം ഒരു 45 വയസ്സായി കഴിഞ്ഞാൽ ഈ 900 രൂപ അതിൻ്റെ വാല്യൂ വളരെ നിസ്സാരമായി മാറും. പക്ഷേ അപ്പോഴേക്കും കവർ എത്ര രൂപയുണ്ട്? 1 കോടിയുടെ കവറുണ്ട്. ഇപ്പോൾ തന്നെ ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായ നീക്കമായി തോന്നുന്നില്ലേ? അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള കാലതാമസമാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്.